ഹോൾ ടിക്കറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവിക്സിൽ നിന്നുള്ള 50 കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എത്രാമത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് 2019 നടന്നത്? 17ാം ലോകസഭ. 17ാം ലോകസഭയുടെ തെരഞ്ഞെടുപ്പാണ് 2019 നടന്നത്. 7 ഘട്ടങ്ങളിലായി നടന്ന 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് (NDA). 7 ഘട്ടങ്ങളിലായി നടന്ന 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ സഖ്യമാണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് (NDA). ലോകസഭ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോകസഭ 17ാം ലോകസഭ. 17ാം ലോകസഭയാണ് ലോകസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോകസഭ. 17ാം ലോകസഭ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വനിതാ സ്ഥാനാർത്ഥികൾ 78 പേരാണ്. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ചന്ദ്രാണി മുർമു. ഒഡീഷയിലെ ചന്ദ്രാണി മുർമു ആണ് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. ചന്ദ്രാണി മുർമുവിന് 25 വയസ്സാണ്. 2020 ഫെബ്രുവരിയിൽ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ലോ കമ്മീഷൻ ഇന്ത്യയിലെ എത്രാമത്തേതാണ്? 22ാമത്തേത്. 2020 ഫെബ്രുവരിയിൽ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ലോ കമ്മീഷൻ ഇന്ത്യയിലെ 22ാമത്തേതാണ്. ഫെബ്രുവരി 20 രൂപവൽക്കരണ ദിനമായി ആചരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, മിസോറാം. ഫെബ്രുവരി 20 രൂപവൽക്കരണ ദിനമായി ആചരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, മിസോറാം. 2020 ഏപ്രിലിൽ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായത് കപിൽ ദേവ് ത്രിപാഠി. 2020 ഏപ്രിലിൽ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായത് കപിൽ ദേവ് ത്രിപാഠിയാണ്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി 2020 ജൂലൈയിൽ നിയമിതനായത് ഇന്ദ്രമണി പാണ്ഡെ. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി 2020 ജൂലൈ നിയമിതനായത് ഇന്ദ്രമണി പാണ്ഡെയാണ്. 2020 അന്ധവിശ്വാസ നിരോധന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന സംസ്ഥാനം കർണാടക. കർണാടകയാണ് 2020 അന്ധവിശ്വാസ നിരോധന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അന്ധവിശ്വാസ നിരോധന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ നിർത്തലാക്കുന്നതിന് പ്രമേയം പാസാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ നിർത്തലാക്കുന്നതിന് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ലോകസഭ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധി. വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിയാണ് ലോകസഭ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത്. 2021 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ പങ്കെടുത്ത വിദേശ സേനാ വിഭാഗം ബംഗ്ലാദേശ് സൈന്യം. 2021 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദേശ സേനാ വിഭാഗമാണ് ബംഗ്ലാദേശ് സൈന്യം. 2021 റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം കയർ. 2021 റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയമാണ് കയർ. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ 2020 ജനുവരി 26 ആഘോഷിച്ചത്? 71. 71ാം റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഇന്ത്യ 2020 ജനുവരി 26 ആഘോഷിച്ചത്. 71ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ജയർ ബോൾസനാരോ. ബ്രസീൽ പ്രസിഡന്റായ ജയർ ബോൾസനാരോ ആയിരുന്നു 79ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. 72ാം റിപ്പബ്ലിക് ദിനം, അതായത് 2021 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ബ്രിട്ടനിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് തീരുമാനം മാറ്റുകയാണ് ഉണ്ടായത്.
തുടർന്ന് അതിഥിയെ എത്താനിരുന്ന സൂരിനാം പ്രസിഡന്റായ ചന്ദ്രിക പെർസാഡ് സാന്തോക്കി ചില പ്രത്യേക കാരണങ്ങളിൽ പങ്കെടുത്തില്ല. അങ്ങനെ 55 വർഷത്തിന് ശേഷം മുഖ്യാതിഥി ഇല്ലാതെ ആഘോഷിച്ച റിപ്പബ്ലിക് ദിനമായിരുന്നു 2021 72ാം റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനത്തിലെ ആദ്യ വനിതാ പരേഡ് അഡ്ജുട്ടന്റ് താനിയ ഷെർഗിൽ. റിപ്പബ്ലിക് ദിനത്തിലെ ആദ്യ വനിതാ പരേഡ് അഡ്ജുട്ടന്റ് ആണ് താനിയ ഷെർഗിൽ. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആകെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 16. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആകെ സംസ്ഥാനങ്ങൾ 16 ആണ്. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേന്ദ്ര മന്ത്രാലയങ്ങൾ 6 ആണ്. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് കസ്തൂരി രംഗൻ. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് കസ്തൂരി രംഗനാണ്. 10+2 ഘടനയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ രീതിക്ക് പകരം കൊണ്ടുവന്ന പുതിയ പാഠ്യ പദ്ധതിയാണ് 5+3+3+4. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം നഗരസഭ മേയറായ ആര്യ രാജേന്ദ്രനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. ആര്യ രാജേന്ദ്രന് 21 വയസ്സാണ്. കേരള സംസ്ഥാനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ്. അരുവാപ്പുലം പഞ്ചായത്തിലെ രേഷ്മ മറിയം റോയ് ആണ് കേരള സംസ്ഥാനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. അരുവാപ്പുലം പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലാണ്. പട്ടികവർഗത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ പഞ്ചായത്തിലെ രാധിക മാധവനാണ് പട്ടികവർഗത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരമായി നൽകിയിരുന്ന വോട്ടർ മെഷീനിലെ ബട്ടൺ എൻഡ്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരമായി നൽകിയിരുന്ന വോട്ടർ മെഷീനിലെ ബട്ടൺ ആണ് എൻഡ്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വികസിപ്പിച്ച റോബോട്ടിക് സംവിധാനം സായാബോട്ട്. 2021 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വികസിപ്പിച്ച റോബോട്ടിക് സംവിധാനമാണ് സായാബോട്ട്. സായാബോട്ട് വികസിപ്പിച്ചത് അസിമോ റോബോട്ടിക്സ് ആണ്. ISO അംഗീകാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ സ്ട്രെയിറ്റ് ഫോർവേഡ്. ISO അംഗീകാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലാണ് സ്ട്രെയിറ്റ് ഫോർവേഡ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നേരം പ്രസംഗിച്ച് റെക്കോർഡിട്ട നിയമസഭാ അംഗം പിണറായി വിജയൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നേരം പ്രസംഗിച്ച് റെക്കോർഡിട്ട നിയമസഭാംഗമാണ് പിണറായി വിജയൻ. കേരള നിയമസഭയുടെ TV ചാനൽ സഭ TV. കേരള നിയമസഭയുടെ TV ചാനലാണ് സഭ TV. പൂനെ IIT സ്കൂൾ ഓഫ് ഗവൺമെന്റിന്റെ ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ അവാർഡ് ലഭിച്ചത് P. ശ്രീരാമകൃഷ്ണൻ. കേരള സ്പീക്കറായ P. ശ്രീരാമകൃഷ്ണനാണ് പൂനെ IIT സ്കൂൾ ഓഫ് ഗവൺമെന്റിന്റെ ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ അവാർഡ് ലഭിച്ചത്. ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റിന്റെ ഇന്ത്യയിലെ മികച്ച 50 MLA-മാരുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ വ്യക്തി VT ബൽറാം. ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റിന്റെ ഇന്ത്യയിലെ മികച്ച 50 MLA-മാരുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ വ്യക്തിയാണ് VT ബൽറാം. നോക്ലാഗ് ജില്ലയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായ മലയാളി റെനി വിൽഫ്രഡ്. റെനി വിൽഫ്രഡ് ആണ് നോക്ലാഗ് ജില്ല, അതായത് നാഗാലാൻഡിലെ നോക്ലാഗ് ജില്ലയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായ മലയാളി. ഐക്യ കേരളത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2020 നവംബർ 1 ആഘോഷിച്ചത്? 64.
ഐക്യ കേരളത്തിന്റെ 64ാമത്തെ വാർഷികമാണ് 2020 നവംബർ 1 ആഘോഷിച്ചത്. നാഗാലാൻഡ് സർക്കാർ ഇന്നർ ലൈൻ പെർമിറ്റിന്റെ കീഴിൽ കൊണ്ടുവന്ന വാണിജ്യ ഹബ്ബ്. ദിമാപൂർ. നാഗാലാൻഡ് സർക്കാർ ഇന്നർ ലൈൻ പെർമിറ്റിന്റെ കീഴിൽ കൊണ്ടുവന്ന വാണിജ്യ ഹബ്ബാണ് ദിമാപൂർ. ഇന്നർ ലൈൻ പെർമിറ്റിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ് അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ. ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽ ചെയർ, പോർട്ടർ സൗകര്യങ്ങൾ തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നതിലേക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി യാത്രാ മിത്ര സേവ. ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽ ചെയർ, പോർട്ടർ സൗകര്യങ്ങൾ തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് യാത്രാ മിത്ര സേവ. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി മിഷൻ ഇന്ദ്രധനുഷ്. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഇന്ദ്രധനുഷ്. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. ഇത് മാറിപ്പോവരുത്. മിഷൻ ഇന്ദ്രധനുഷും രണ്ട് പദ്ധതികളാണ്. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് 2020 എല്ലാ കുട്ടികൾക്കും പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതി ഉഡാൻ. ഉഡേ ദേശ് കാ ആം നാഗരിക്. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതിയാണ് ഉഡാൻ. ഉഡേ ദേശ് കാ ആം നാഗരിക്. COVID-19 സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ല പത്തനംതിട്ട. COVID-19 സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് പത്തനംതിട്ട. കൊറോണ പ്രതിരോധത്തിനായി ഡൽഹി പോലീസും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നടത്തുന്ന പദ്ധതി ആയുരക്ഷ. കൊറോണ പ്രതിരോധത്തിനായി ഡൽഹി പോലീസും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണ് ആയുരക്ഷ. COVID-19 പ്രതിരോധത്തിനായുള്ള 15,000 കോടിയുടെ കേന്ദ്ര സർക്കാർ പദ്ധതി ഇന്ത്യ COVID-19 ദ്രുത പ്രതികരണ ആരോഗ്യ സംവിധാന സജ്ജീകരണ പദ്ധതി. COVID-19 പ്രതിരോധത്തിനായുള്ള 15,000 കോടി രൂപയുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇന്ത്യ COVID-19 ദ്രുത പ്രതികരണ ആരോഗ്യ സംവിധാന സജ്ജീകരണ പദ്ധതി. COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നൂതന ആശയങ്ങൾ കണ്ടെത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന മികച്ച സ്റ്റാർട്ടപ്പ് കമ്പനികളെ കണ്ടെത്തുന്നതിനായി നീതി ആയോഗിന്റെ ഡെമോ ഡേയ്സ് ഇനിഷ്യേറ്റീവ് പദ്ധതി അടൽ ഇന്നൊവേഷൻ മിഷൻ. COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നൂതന ആശയങ്ങൾ കണ്ടെത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന മികച്ച സ്റ്റാർട്ടപ്പ് കമ്പനികളെ കണ്ടെത്തുന്നതിനായി നീതി ആയോഗിന്റെ ഡെമോ ഡേയ്സ് ഇനിഷ്യേറ്റീവ് പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. COVID-19-നെതിരെ മരുന്ന് വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച പരിപാടി ഡ്രഗ് ഡിസ്കവറി ഹാക്കത്തോൺ. COVID-19-നെതിരെ മരുന്ന് വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച പരിപാടിയാണ് ഡ്രഗ് ഡിസ്കവറി ഹാക്കത്തോൺ. COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നവർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്കിൽ മാപ്പിംഗ് എക്സസൈസ് സ്വദേശ് സ്കിൽഡ് വർക്കേഴ്സ് അറൈവൽ ഡാറ്റാബേസ് ഫോർ എംപ്ലോയ്മെന്റ്. COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നവർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്കിൽ മാപ്പിംഗ് എക്സസൈസ് ആണ് സ്വദേശ് സ്കിൽഡ് വർക്കേഴ്സ് അറൈവൽ ഡാറ്റാബേസ് ഫോർ എംപ്ലോയ്മെന്റ്.
കോവിഡ്-19-നെതിരെ പോരാട്ടം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് ഇൻഷുറൻസ് സ്കീം. കോവിഡ്-19-നെതിരെ പോരാട്ടം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് ഇൻഷുറൻസ് സ്കീം. കോവിഡ്-19 സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന 50,000 കോടി രൂപയുടെ പദ്ധതി. ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ. കോവിഡ്-19 സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ തപാൽ സേവനങ്ങൾ മുടങ്ങാതിരിക്കാനായി തപാൽ വകുപ്പ് ആരംഭിച്ച സഞ്ചരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഓൺ വീൽസ്. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ തപാൽ സേവനങ്ങൾ മുടങ്ങാതിരിക്കാനായി തപാൽ വകുപ്പ് ആരംഭിച്ച സഞ്ചരിക്കുന്ന പോസ്റ്റ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസ് ഓൺ വീൽസ്. കോവിഡ്-19 ചികിത്സയ്ക്കായി ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാസ്മ തെറാപ്പി ട്രയൽ പദ്ധതി പ്രൊജക്ട് പ്ലാറ്റിന. കോവിഡ്-19 ചികിത്സയ്ക്കായി ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാസ്മ തെറാപ്പി ട്രയൽ പദ്ധതിയാണ് പ്രൊജക്ട് പ്ലാറ്റിന. പ്രൊജക്ട് പ്ലാറ്റിന ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ്. കോവിഡ്-19 വ്യാപനം തടയുവാനായി ഡൽഹി സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഷീൽഡ്. കോവിഡ്-19 വ്യാപനം തടയുവാനായി ഡൽഹി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഷീൽഡ്. ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റൽ ആക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ദർപ്പൺ. ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റൽ ആക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ദർപ്പൺ. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ UGC ആരംഭിച്ച സംരംഭം സ്ട്രൈഡ്. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ UGC ആരംഭിച്ച സംരംഭമാണ് സ്ട്രൈഡ്. കേന്ദ്ര സർക്കാർ ജലസംരക്ഷണത്തിനായി തുടങ്ങിയ പുതിയ പദ്ധതി ജലശക്തി അഭിയാൻ. കേന്ദ്ര സർക്കാർ ജലസംരക്ഷണത്തിനായി തുടങ്ങിയ പുതിയ പദ്ധതിയാണ് ജലശക്തി അഭിയാൻ. മിഷൻ ഇന്ദ്രധനുഷ് 2.0 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂണിവേഴ്സൽ വാക്സിനേഷൻ. മിഷൻ ഇന്ദ്രധനുഷ് 2.0 യൂണിവേഴ്സൽ വാക്സിനേഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എത്രാമത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് 2019 നടന്നത്? 17ാം ലോകസഭ. 7 ഘട്ടങ്ങളിലായി നടന്ന 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA. ലോകസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോകസഭ 17ാം ലോകസഭ. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ചന്ദ്രാണി മുർമു. 2020 ഫെബ്രുവരിയിൽ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ ലോ കമ്മീഷൻ ഇന്ത്യയിലെ എത്രാമത്തേതാണ്? 22ാമത്തേത്. ഫെബ്രുവരി 20 രൂപവൽക്കരണ ദിനമായി ആചരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, മിസോറാം. 2020 ഏപ്രിലിൽ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായത് കപിൽ ദേവ് ത്രിപാഠി. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി 2020 ജൂലൈയിൽ നിയമിതനായത് ഇന്ദ്രമണി പാണ്ഡെ. 2020 അന്ധവിശ്വാസ നിരോധന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന സംസ്ഥാനം കർണാടക. സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ നിർത്തലാക്കുന്നതിന് പ്രമേയം പാസാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധി. 2021 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ പങ്കെടുക്കുന്ന വിദേശ സേനാ വിഭാഗം ബംഗ്ലാദേശ് സൈന്യം. 2021 റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം കയർ. എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ 2020 ജനുവരി 26 ആഘോഷിച്ചത്? 71ാമത്തെ.
71ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ജയർ ബോൾസനാരോ. റിപ്പബ്ലിക് ദിനത്തിലെ ആദ്യ വനിതാ പരേഡ് അഡ്ജുട്ടന്റ് താനിയ ഷെർഗിൽ. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആകെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 16. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് കസ്തൂരി രംഗൻ. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി മിഷൻ ഇന്ദ്രധനുഷ്. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഇന്ദ്രധനുഷ്. ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ പോർട്ടർ സൗകര്യങ്ങൾ തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നതിലേക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി യാത്രാ മിത്ര സേവ. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതി ഉഡാൻ ഉഡേ ദേശ് കാ ആം നാഗരിക്. കേന്ദ്ര സർക്കാർ ജലസംരക്ഷണത്തിനായി തുടങ്ങിയ പുതിയ പദ്ധതി ജലശക്തി അഭിയാൻ. മിഷൻ ഇന്ദ്രധനുഷ് 2.0 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂണിവേഴ്സൽ വാക്സിനേഷൻ. ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റൽ ആക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ദർപ്പൺ. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ UGC ആരംഭിച്ച സംരംഭം സ്ട്രൈവ്. COVID-19 സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ല പത്തനംതിട്ട. കൊറോണ പ്രതിരോധത്തിനായി ഡൽഹി പോലീസും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നടത്തുന്ന പദ്ധതി ആയുരക്ഷ. COVID-19 പ്രതിരോധത്തിനായുള്ള 15,000 കോടിയുടെ കേന്ദ്ര സർക്കാർ പദ്ധതി ഇന്ത്യ COVID-19 ദ്രുത പ്രതികരണ ആരോഗ്യ സംവിധാന സജ്ജീകരണ പദ്ധതി. COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നൂതന ആശയങ്ങൾ കണ്ടെത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന മികച്ച സ്റ്റാർട്ടപ്പ് കമ്പനികളെ കണ്ടെത്തുന്നതിനായി നീതി ആയോഗിന്റെ ഡെമോ ഡേയ്സ് ഇനിഷ്യേറ്റീവ് പദ്ധതി അടൽ ഇന്നൊവേഷൻ മിഷൻ. COVID-19-നെതിരെ മരുന്ന് വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച പരിപാടി ഡ്രഗ് ഡിസ്കവറി ഹാക്കത്തോൺ. COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നവർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്കിൽ മാപ്പിംഗ് എക്സസൈസ് സ്വദേശ് സ്കിൽഡ് വർക്കേഴ്സ് അറൈവൽ ഡാറ്റാബേസ് ഫോർ എംപ്ലോയ്മെന്റ്. COVID-19-നെതിരെ പോരാട്ടം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് ഇൻഷുറൻസ് സ്കീം. COVID-19 സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന 50,000 കോടി രൂപയുടെ പദ്ധതി ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ തപാൽ സേവനങ്ങൾ മുടങ്ങാതിരിക്കാനായി തപാൽ വകുപ്പ് ആരംഭിക്കുന്ന സഞ്ചരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഓൺ വീൽസ്. COVID-19 ചികിത്സയ്ക്കായി ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാസ്മ തെറാപ്പി ട്രയൽ പദ്ധതി പ്രൊജക്ട് പ്ലാറ്റിന. COVID-19 വ്യാപനം തടയുവാനായി ഡൽഹി സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഷീൽഡ്.